മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം. മൂന്നാർ കന്നിമലയിൽ ബൈക്ക് യാത്രികരെ പടയപ്പ ആക്രമിച്ചു. കാട്ടാന ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ മൂന്നാർ മാട്ടപ്പെട്ടി റോഡിലിറങ്ങി പടയപ്പ ഗൃഹാംസ്ലാങ് ഭാഗത്ത് വഴിയോര കട തകർത്തു. RRT സംഘമെത്തി പടയപ്പയെ തുരത്തി. മൂന്നാറിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണം തുടരുകയാണ്. മൂന്നാർ മറയൂർ റോഡിൽ കഴിഞ്ഞ രാത്രിയിലും കാട്ടാന പരാക്രമം നടത്തി. കന്നിമല ബംഗ്ലാവിന് സമീപം വെച്ച് കാട്ടാന ബൈക്ക് യാത്രികരെ ആക്രമിച്ചു. കന്നിമല സ്വദേശികളായ 2 പേർക്ക് ആനയുടെ പരാക്രമത്തിൽ പരിക്കേറ്റു. ഇവരെ പിന്നീട് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. மூணாறுல ஜவுளி கடையில் ஒரு ஆள் வேலை பார்த்துட்டு தம்பி 2 பேர் சித்தப்பா பையங்க கன்னிமலைக்கு வந்துகிட்டு இருக்கிற நேரத்தில் யானை பைக்கோட அடிச்சு 2 பேரையும் தூக்கி எரிஞ்சிச்சு. அதாவது எப்போதுமே இந்த பிரச்சனை இருக்கு. இதை ஃபாரஸ்ட் ஆபீசரோ எல்லாருக்குமே நம்ம மட்டும் சொல்லிட்டு தான் இருக்கு. யாருமே அதை கண்காணிக்கல. மெயின் ரோட்ல வரும்போதே தான் அடிச்சிருச்சு. യുവാക്കൾ ഇരുചക്ര വാഹനത്തിൽ മൂന്നാറിൽ നിന്നും പോകവേ റോഡിൽ നിലയുറപ്പിച്ചിരുന്ന ആനയുടെ മുമ്പിൽ പെടുകയായിരുന്നു. ആന ആക്രമിച്ചതോടെ ഇവർ ഓടി രക്ഷപ്പെട്ടു. അരമണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി പടയപ്പ റോഡിൽ നിലയുറപ്പിച്ചു. പിന്നീട് RRT സംഘമെത്തി പടയപ്പയെ തുരത്തി. ഇന്ന് രാവിലെ മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലിറങ്ങി പടയപ്പ ഗൃഹാംസ്ലാൻഡ് ഭാഗത്ത് വഴിയോര കട തകർത്തു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടുകൊമ്പൻ പടയപ്പ മദപ്പാടിലാണ്. മൂന്നാർ മറയൂർ റോഡിൽ ഇപ്പോൾ പടയപ്പയുടെ സാന്നിധ്യം പതിവായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും പടയപ്പയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക് സംഭവിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.